ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫെഡറലിസം എന്ന് പറയുന്ന വാക്ക് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഏതൊരു രാജ്യത്തും ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ ഒരു രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഒരൊറ്റ ഗവൺമെൻറ് മാത്രമാണോ ഉള്ളത്? ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് മൊത്തം ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരിക്കുകയും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിലോ അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കിടയിലോ വിഭജിച്ച് നൽകുകയും ചെയ്താൽ അതാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിലോ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കിടയിലോ വിഭജിച്ച് നൽകുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. ഇന്ത്യയിൽ ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, ഇല്ലേ? ഈ ഒരൊറ്റ കേന്ദ്ര ഗവൺമെൻറ്റാണോ രാജ്യത്തെ മുഴുവൻ ഭരണം നിർവഹിക്കുന്നത്? അല്ല. ഓരോരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഗവൺമെൻറ്റുകളുണ്ട്, അല്ലേ? ഈ സംസ്ഥാനങ്ങൾക്കുള്ളിലോ നിരവധി പഞ്ചായത്തുകളായിട്ടും താലൂക്കുകളായിട്ടും കോർപ്പറേഷനുകളായിട്ടും മുനിസിപ്പാലിറ്റികളായിട്ടും പലതരത്തിലുള്ള ലോക്കൽ ഗവൺമെൻറ്റുകളുമുണ്ട്, അല്ലേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളാണ് ഇവർക്കൊക്കെ വിഭജിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്കിടയിലോ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കിടയിലോ വിഭജിച്ച് നൽകുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഇന്ത്യ, അമേരിക്ക, കാനഡ മുതലായിട്ടുള്ള രാഷ്ട്രങ്ങളിലെല്ലാം ഫെഡറലിസമാണ് ഉള്ളത്. പക്ഷേ ഇന്ത്യ ഈ ഫെഡറലിസം എന്ന് പറയുന്ന ആശയം കടമായി എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. അതിനൊരു കാരണമുണ്ട്. അമേരിക്കയിലെ ഫെഡറലിസവും ഇന്ത്യയിലെ ഫെഡറലിസവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ അമേരിക്കയിലെ ഫെഡറലിസവും ഇന്ത്യൻ ഫെഡറലിസവും തമ്മിലുള്ള വ്യത്യാസം? അമേരിക്കയിലും ഇന്ത്യയെ പോലെ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കുന്നില്ല. അവിടെ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വിഭജിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കുന്നില്ല. ഇന്ത്യയിലാണെങ്കിലോ കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകളുമുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ചില നിയന്ത്രണങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു അവസരത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാറുണ്ട്. പല സമയത്ത് പല സംസ്ഥാനങ്ങൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാറുണ്ട്. അത് ആ സംസ്ഥാനത്തിന് മാത്രമല്ലേ ബാധകമാവാറുള്ളൂ. എന്നാൽ ചില സമയത്തോ കേന്ദ്ര ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാറില്ലേ? കേന്ദ്രം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാറുണ്ടോ? ഇല്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്കിടയിൽ വിഭജിച്ച് നൽകുകയും കേന്ദ്രം സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഫെഡറലിസമാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ അമേരിക്കയിലോ, അവിടെ കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകളുമുണ്ട്. എങ്കിലും കേന്ദ്രം സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് കുറേ അധികാരങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അവരുടേതായിട്ടുള്ള കുറേ അധികാരങ്ങൾ. അവിടെ കേന്ദ്രം ഇടപെട്ട് അവയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇന്ത്യൻ ഫെഡറലിസവും അമേരിക്കൻ ഫെഡറലിസവും തമ്മിലുള്ള വ്യത്യാസം. അവിടെ സംസ്ഥാനങ്ങൾക്ക് അധികാരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇരട്ട പൗരത്വം, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വമുണ്ടോ? നമ്മളെല്ലാവരും ഇന്ത്യക്കാരൻ എന്ന് പറയുന്നൊരു പൗരത്വം മാത്രമേ നമുക്കുള്ളൂ. മലയാളി അല്ലെങ്കിൽ ബംഗാളി അങ്ങനെ പല പേരുകളിൽ നമ്മൾ അറിയപ്പെടാറുണ്ടെങ്കിലും നമുക്കൊരൊറ്റ പൗരത്വമേ ഉള്ളൂ, ഇന്ത്യൻ, അല്ലേ? എന്നാൽ അമേരിക്കയിൽ അങ്ങനെയല്ല. അവിടെ അവർക്ക് അമേരിക്കക്കാരൻ എന്ന് പറയുന്നൊരു പൗരത്വത്തോടൊപ്പം അവർ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ ഒരു സ്റ്റേറ്റിൻ്റെ പൗരത്വവും ലഭിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് അവിടെ ഇരട്ട പൗരത്വം അല്ലെങ്കിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെയും അമേരിക്കൻ ഫെഡറലിസത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇരട്ട പൗരത്വം ഉണ്ട്. നമുക്കിവിടെ ഒരൊറ്റ ജുഡീഷ്യറിയേ ഉള്ളൂ അല്ലേ? സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരൊറ്റ ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. എന്നാൽ അമേരിക്കയിൽ ഡ്യുവൽ ജുഡീഷ്യറിയുമുണ്ട്, ഇരട്ട ജുഡീഷ്യറിയുമുണ്ട്. അതായത് കേന്ദ്രത്തിൻ്റേതായിട്ടുള്ളൊരു ജുഡീഷ്യറിയുണ്ട്, സംസ്ഥാനങ്ങൾക്ക് അവയുടേതായ ജുഡീഷ്യറിയുമുണ്ട്. ഈ കേന്ദ്രത്തിൻ്റെ ജുഡീഷ്യറി സംസ്ഥാന ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്നില്ല. ഓക്കെ. അതുപോലെ നിയമങ്ങൾ, ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ നിയമങ്ങൾ അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് അവിടെ കൊണ്ടുവരുന്നത്. കേന്ദ്രം അവയെ നിയന്ത്രിക്കുന്നില്ല. ഇന്ത്യയിലാണെങ്കിലോ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ മറികടക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല. കേന്ദ്രം പറയുന്നതിനനുസരിച്ചിട്ടാണ് സംസ്ഥാനങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നു. അതുപോലെ സിവിൽ സർവീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കോമൺ ആയിട്ട് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് പറയുന്നൊരു സേവന മേഖലയുണ്ട് അല്ലേ? അവിടെ ഓരോ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള സേവന മേഖലയാണ്. അതായത് മൊത്തത്തിൽ രാജ്യത്തിന് ഒരു സേവന മേഖലയില്ല. അതുപോലെ അവിടെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനും സഞ്ചരിക്കാനും സ്ഥലം വാങ്ങാനും വീട് വെക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് അല്ലേ? അപ്പോൾ അവിടെ അതില്ല. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ട്. ഇന്ത്യയിലും അമേരിക്കയിലും ഫെഡറലിസം ആണെങ്കിലും രണ്ട് സ്ഥലത്തും ഒരേപോലെയുള്ള ഫെഡറലിസമാണോ ഉള്ളത്? അല്ല അല്ലേ? ഇന്ത്യയിൽ പൂർണ്ണമായിട്ടുള്ള ഫെഡറലിസം ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഫെഡറലിസത്തെ ഐവോ ജെന്നിങ്സ് വിളിച്ചിട്ടുള്ളത് ക്വാസി ഫെഡറലിസം അല്ലെങ്കിൽ അർദ്ധ ഫെഡറലിസം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആശയം അമേരിക്കയിൽ നിന്നല്ല കടമെടുത്തിട്ടുള്ളത്, കാനഡയിൽ നിന്നാണ്. കാനഡയിലുള്ളതും അർദ്ധ ഫെഡറലിസമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഫെഡറലിസം ഒരു അർദ്ധ ഫെഡറലിസമാണ് ഉള്ളത്. ആരാണിതിനെ അർദ്ധ ഫെഡറലിസം അല്ലെങ്കിൽ ക്വാസി ഫെഡറലിസം എന്ന് വിളിച്ചത്? ഐവോ ജെന്നിങ്സ് ആണ് ഇതിനെ ക്വാസി ഫെഡറലിസം എന്ന് വിളിച്ചത്. അപ്പോൾ ഇന്ത്യയിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ ഫെഡറലിസമാണ് നിലവിലുള്ളതെങ്കിലും ഇന്ത്യൻ ഫെഡറലിസം അമേരിക്കയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫെഡറലിസമാണ്. എന്താണ് അതിൻ്റെ കാരണം എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാതാക്കൾക്കറിയാം രാജ്യത്തൊരു ഗവൺമെൻറ് വേണം. പക്ഷേ ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ രാജ്യം മുഴുവൻ ഭരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അധികാരം വിഭജിക്കണം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് രൂപം നൽകാൻ തീരുമാനിച്ചു. പക്ഷേ എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള ആളുകളല്ല, ഒരുപാട് വൈവിധ്യം നിറഞ്ഞ നാടാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഗവൺമെൻറ്റുകളായിരിക്കണം എന്നും തീരുമാനിച്ചു. ഓരോ പ്രദേശത്തുമുള്ള ഗവൺമെൻറ്റുകൾക്ക് അവരുടേതായ ചില അധികാരങ്ങൾ നൽകാമെന്നും തീരുമാനിച്ചു. പക്ഷേ ഈ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ പൂർണ്ണമായ സ്വയംഭരണാധികാരം നൽകിക്കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പൂർണ്ണമായ രീതിയിൽ സ്വതന്ത്രമായി ലഭിക്കുന്നത്. ഇപ്പം ഇന്ന് കാണുന്ന രൂപത്തിൽ ഇന്ത്യയെ മാറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഐക്യം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ അധികാരം നൽകിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഈ ഐക്യം തകരുമോ എന്ന് ഒരു ഭയം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കുറച്ച് ശക്തി നൽകിക്കൊണ്ടുള്ള ഒരു ഫെഡറൽ സംവിധാനം ഇന്ത്യ സ്വീകരിച്ചത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ? അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. പ്രധാനമായും 4 സവിശേഷതകളാണ് ഇന്ത്യൻ ഫെഡറലിസത്തിനുള്ളത്. ഒന്നാമത്തേതാണ് ഡ്യുവൽ ഗവൺമെൻറ്. ഡ്യുവൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ദ്വിഭരണ സംവിധാനം. രണ്ടാമത്തേത് ഡിവിഷൻ ഓഫ് പവർ, അധികാര വിഭജനം. മൂന്നാമത്തേത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, സ്വതന്ത്രമായ ജുഡീഷ്യറി. നാലാമത്തേത് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ,
ഭരണഘടനാ മേധാവിത്വം. ഈ 4 ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ. ഒന്നാമത്തേത് ഡ്യുവൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ദ്വിഭരണ സംവിധാനം. നമുക്കറിയാം ഇന്ത്യൻ ഫെഡറലിസത്തിൽ 2 തരം ഗവൺമെൻറ്റുകളുണ്ട് ഇല്ലേ? ഒരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചറാണ് ദ്വിഭരണ സംവിധാനം അല്ലെങ്കിൽ ഡ്യുവൽ ഗവൺമെൻറ്. ഒരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായ ഗവൺമെൻറ്റും ഉൾപ്പെടുന്ന ഒന്നാണ് ഇന്ത്യൻ ഫെഡറലിസം. ഇനി രണ്ടാമത്തേത് അധികാര വിഭജനം. അധികാര വിഭജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ ഇന്ത്യൻ ഫെഡറൽ സമ്പ്രദായത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സംസ്ഥാനങ്ങൾക്കിടയിൽ വിഭജിച്ച് നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണിത് വിഭജിച്ചിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 246 പ്രകാരം 7ാമത്തെ ഷെഡ്യൂൾ, അതായത് 7ാമത്തെ പട്ടികയിൽ ഈ അധികാരങ്ങളെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ 3 ലിസ്റ്റുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 7th ഷെഡ്യൂൾ പ്രകാരം ആർട്ടിക്കിൾ 246 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ വിഭജിക്കുന്നതിന് വേണ്ടി 3 ലിസ്റ്റുകളാക്കി ഈ അധികാരങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, മറ്റൊന്ന് കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് അഥവാ കേന്ദ്ര ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് അഥവാ സംസ്ഥാന ലിസ്റ്റ്, മൂന്നാമത്തേത് കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആക്കി തിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെട്ട ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുള്ളൂ. മൊത്തം 98 വിഷയങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെട്ട ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റ്. പ്രതിരോധം, അണുശക്തി, വിദേശകാര്യം, യുദ്ധം, സമാധാനം, ബാങ്കിങ്, റെയിൽവേ, വ്യോമയാനം, തുറമുഖങ്ങൾ, അതുപോലെ കറൻസി, വിദേശ വ്യാപാരം മുതലായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരപ്പെട്ട 98 വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റ്. ഇനി സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മാത്രം നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുള്ള വിഷയങ്ങളാണ്. ഈ സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മാത്രമേ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുള്ളൂ. 61 വിഷയങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത്. ഈ ലിസ്റ്റിൽ 61 വിഷയങ്ങളാണുള്ളത്. ഇപ്പോൾ കൃഷി, പോലീസ്, ജയിൽ, അതുപോലെ ലോക്കൽ ഗവൺമെൻറ് അതായത് പ്രാദേശിക ഗവൺമെൻറ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെയുള്ള പ്രാദേശിക ഗവൺമെൻറ്, പൊതുജനാരോഗ്യം, ഭൂമി, മദ്യം, വ്യാപാരം, വാണിജ്യം, മൃഗപരിപാലനം, അതുപോലെ സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് മുതലായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന 61 വിഷയങ്ങളാണ് ഈ സംസ്ഥാന ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഒരുപോലെ നിയമങ്ങൾ നിർമ്മിക്കാം. കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കും നിയമം നിർമ്മിക്കാം, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമം നിർമ്മിക്കാം. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുണ്ട്. ഈ വിഷയത്തിൽ ഈ ഒരു ലിസ്റ്റിൽ 52 വിഷയങ്ങളാണ് ഉള്ളത്. വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം, വനങ്ങൾ, വ്യാപാര സംഘടനകൾ, ഭക്ഷണത്തിൽ മായം ചേർക്കൽ, ദത്തെടുക്കൽ, അതുപോലെ പിന്തുടർച്ചാവകാശം മുതലായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇനങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആക്കി തിരിച്ചു. പക്ഷേ എല്ലാ വിഷയങ്ങളും ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടണമെന്നില്ല. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരും അല്ലേ? അപ്പോൾ ഈ 3 ലിസ്റ്റിലും ഇല്ലാത്ത വിഷയങ്ങളെ വിളിക്കുന്ന പേരാണ് അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിജ്വൽ പവേഴ്സ്. അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ
റെസിജ്വൽ പവേഴ്സ് എന്നാണ് ഈ 3 ലിസ്റ്റിലും ഇല്ലാത്ത വിഷയങ്ങളെ വിളിക്കുക. ഈ 3 ലിസ്റ്റിലും ഇല്ലാത്ത അവശിഷ്ടാധികാരങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സൈബർ നിയമങ്ങൾ. ഓക്കെ, അപ്പോൾ 3 ലിസ്റ്റിലും ഇല്ലാത്ത പുതിയൊരു വിഷയം വന്നാൽ അതിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിന് ആണ്. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷത അധികാര വിഭജനം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ സവിശേഷതയാണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സ്വതന്ത്രമായ ജുഡീഷ്യറി. നമുക്കറിയാം, നമ്മൾ ജുഡീഷ്യറിയെക്കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ വിശദമായി പഠിച്ചതാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളും തമ്മിലും സംസ്ഥാനങ്ങൾക്കിടയിലുമൊക്കെ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഒരു സ്വതന്ത്ര ജുഡീഷ്യറിയാണ്, അല്ലേ? ഭരണഘടനയാണ് ഈ ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ജുഡീഷ്യറി ഉണ്ട്. ഇതും ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതയാണ്. നാലാമത്തേതാണ് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ മേധാവിത്വം. നമുക്കറിയാം, ഇന്ത്യയിൽ ഭരണഘടനയാണ് ഏറ്റവും വലിയ സുപ്രീം, അല്ലേ? ഏറ്റവും അധികാരമുള്ളത് ഇന്ത്യയിൽ ഭരണഘടനക്കാണ്. ഇന്ത്യയിലെ ഫെഡറൽ ഭരണഘടന കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അധികാരങ്ങൾ തമ്മിലൊരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിലായാലും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കായാലും അവരുടെയെല്ലാം ഏറ്റവും അധികാരങ്ങളുടെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടന ലംഘിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കോ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭരണഘടനക്കാണ് ഏറ്റവും വലിയ മേധാവിത്വം. ഇതും ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഫെഡറലിസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും കേന്ദ്രം സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നു, അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രത്യേക അധികാരങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ ഘടകങ്ങൾ എന്നതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഒന്നാമത്തേതാണ് ഭൂപരമായ സംയോജനം. ഇന്ത്യൻ ഫെഡറലിസത്തിൽ സംസ്ഥാനങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത്? കേന്ദ്രമാണെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാം? ഒരു സംസ്ഥാനത്തിൽ നിന്ന് ചില പ്രദേശങ്ങൾ വേർപ്പെടുത്തി പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഇന്ത്യൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. അതുപോലെ 2 അതിൽ കൂടുതലോ സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് പുതിയൊരു സംസ്ഥാനത്തിന് രൂപം നൽകാനും കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അതുപോലെ സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റാനും സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാനും ഒക്കെയുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെൻറ്റിനാണുള്ളത്. അപ്പോൾ സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ട്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതോ അടിയന്തരാവ്യവസ്ഥകൾ. അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും അധികാരമുണ്ടാവുക. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ നമ്മൾ പഠിച്ചു, സംസ്ഥാനങ്ങൾക്കാണ് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമെന്ന്. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വേളയിൽ ഈ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം ലഭിക്കുന്നു. അപ്പോൾ ഇതും കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധിയാണ്. മൂന്നാമത്തേത് സാമ്പത്തിക നിയന്ത്രണം, എക്കണോമിക് കൺട്രോൾ. ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള വരുമാനം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. രാജ്യത്ത് വരുമാനം ലഭിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ഇനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്.
അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റുകൾക്കും ധനസഹായത്തിനും വേണ്ടി കേന്ദ്രത്തെ ആശ്രയിക്കേണ്ടി വരും അല്ലെ. ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ കാണാറുള്ളതാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യണം? കേന്ദ്രത്തോട് ആവശ്യപ്പെടണം ഫണ്ട്. ഈ സഹായം അതുപോലെ അരി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിക്കുന്നത്. ഇനി ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിന് ശക്തി നൽകുന്ന മറ്റൊരു ഘടകമാണ് ഗവർണറുടെ പദവി. ഓരോ സംസ്ഥാനത്തും ഓരോ ഗവർണർമാരുണ്ട്. ഈ ഗവർണർമാരെ ആരാണ് നിയമിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അവർക്കിഷ്ടമുള്ള ഒരാളെയാണ് ഓരോ സംസ്ഥാനത്തും ഗവർണറാക്കി നിയമിക്കുന്നത്. ഈ ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിയമനിർമ്മാണം നടത്തുന്നതും. പ്രസിഡന്റ് എങ്ങനെയാണോ ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഗവർണർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനെ പുറത്താക്കാനും നിയമസഭയെ പിരിച്ചുവിടാനും അതിന് ശുപാർശ നൽകാനും ഒക്കെ ഗവർണർക്ക് അധികാരമുണ്ട്. അതുപോലെ സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു ബിൽ രാഷ്ട്രപതിയുടെ സമ്മതത്തിനായി മാറ്റിവെക്കാനും ഗവർണർക്ക് അധികാരമുണ്ട്. അതുപോലെ സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണത്തിൽ കാലതാമസം ഉണ്ടാക്കാൻ, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും തർക്കമുള്ള വിഷയങ്ങളാക്കാൻ നിയമം നിർമ്മിക്കാനാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിന് വിടാനുമൊക്കെയുള്ള അധികാരം ഗവർണർക്കുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ഗവർണറുടെ പദവി. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അഞ്ചാമത്തേതാണ് ഒരു ഏകീകൃത ഭരണ സംവിധാനം. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഏകീകൃത ഭരണ സംവിധാനം. ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഒരേപോലെ അധികാരപ്പെട്ടതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടി IAS ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ലേ. ഇപ്പോൾ കളക്ടർ, നമുക്കറിയാം കളക്ടറെയാണ് പ്രത്യേകിച്ചും ഓരോ ഡിസ്ട്രിക്റ്റിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് ആരെയാണ്? കളക്ടറെയാണ്, ജില്ലാ കളക്ടർ. അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. അതുപോലെ പോലീസിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന IPS ഉദ്യോഗസ്ഥർ. ഈ IAS ഉദ്യോഗസ്ഥരെയും IPS ഉദ്യോഗസ്ഥരെയും ഒക്കെ ആ സ്ഥാനത്ത് നിയമിക്കുന്നതും അവർക്ക് ശമ്പളം നൽകുന്നതും അവരെ നിയന്ത്രിക്കുന്നതും ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റുകളല്ല, മറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതിലൂടെയും കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാവുന്നതാണ്. ആറാമത്തേതാണ് പട്ടാള നിയമം. പട്ടാള നിയമം എന്ന് പറയുന്ന ഒരവസ്ഥ നിലവിലുള്ള സമയത്ത് ക്രമസമാധാനം നിലനിർത്തുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി എന്ത് നടപടിയെടുത്താലും അവരെ സംരക്ഷിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 33, 34 വകുപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ അധികാരം ലഭിക്കുന്നത്. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന നിയമമാണ് ഈ കേന്ദ്രത്തിന് ഇത്രയും ഒരു പട്ടാളത്തിന് ഇത്രയും ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അധികാരം നൽകുന്നത്. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. ഓക്കെ, അപ്പോൾ പട്ടാള നിയമത്തിലൂടെയും കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പട്ടാളത്തെ ഇറക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെ പട്ടാളത്തെ ഇറക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? കേന്ദ്ര ഗവൺമെൻറ്റിനാണുള്ളത്. അപ്പോൾ ഇതും സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ്, ഈ ഒരു 6 കാര്യങ്ങളാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത്രയും അധികാരം നൽകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഫെഡറലിസം എന്ന് പഠിച്ചു. ഇന്ത്യൻ ഫെഡറലിസവും അമേരിക്കൻ ഫെഡറലിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചു. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് പഠിച്ചു. ഇന്ത്യൻ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നോട്ട് എഴുതി കൃത്യമായി അയക്കുക. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.